വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന ഖുത്ബയും അതിലെ ഉത്ബോധനവും ഇതെല്ലാം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. വെള്ളിയാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒത്തുചേരുന്നു. അതിൽ ഒന്നാമത്തത് നാം നേരത്തെ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യമാണ്. മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരു കാര്യം അതാണ്. രണ്ടാമത്തത് ജുമുഅ അത് പള്ളിയിൽ മാത്രമേ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അസ്ല്, അതിൻ്റെ അടിസ്ഥാനം. ന്യായമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ അത് പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ, പുറത്ത് നിർവഹിക്കപ്പെടാൻ പാടില്ല. എന്താണ് പള്ളിയിൽ നിർവഹിച്ചാൽ അതിൻ്റെ പ്രത്യേകത? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. ഒരു സംഘം ആളുകൾ പള്ളിയിൽ ഒരുമിച്ചുകൂടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിലെ ആശയങ്ങൾ പഠിക്കുകയും ചെയ്താൽ ഇല്ലാ നസലത അലൈഹിമുസ് സകീന, ഒരു പ്രത്യേകമായ സമാധാനം അല്ലാഹു അവർക്ക് ഇറക്കി കൊടുക്കും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യും. വഹഫത്തുഹുമുൽ മലായിക, അവരുടെ ചുറ്റിലും നിറയെ മലക്കുകൾ ഉണ്ടാകും. വദക്കറഹുമുല്ലാഹു അസ്സ വജല്ല ഫീമൻ ഇൻദഹു, മലഉൽ അലയിൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ ആ സദസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയും ചെയ്യും. അപ്പോൾ വിശ്വാസികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊടുത്ത് പഠിപ്പിക്കലായിരുന്നു ഖുതുബയിൽ എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒരുമിച്ച് കൂടുമ്പോൾ സക്കീനത്തുണ്ടാകുന്നു, റഹ്മത്തുണ്ടാകുന്നു. മലക്കുകൾ നമ്മെ അവരുടെ ചിറകുകൾ കൊണ്ട് പൊതിയുന്നു. മലഉൽ അലയിൽ നമ്മുടെ സദസ്സിനെ കുറിച്ച് അല്ലാഹു പറയുകയും ചെയ്യുന്നതാണ്. ഇത്രയും ശ്രേഷ്ഠത പള്ളിയിൽ വെച്ച് ഈ ഒരു കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തത് നിർവഹിക്കപ്പെടുന്ന ഖുതുബയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്തിൽ പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വർത്തമാനം വേറെ ഏതാണുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയുക, ഇസ്ലാമിനെ കുറിച്ച് പറയുക, പരലോകത്തെ സംബന്ധിച്ച് പറയുക, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറയുക, ഇങ്ങനെ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക, ദീനിലേക്ക് ക്ഷണിക്കുക, അതിനേക്കാൾ മുന്തിയ ഒരു വർത്തമാനം വേറെ പറയാനില്ല എന്നാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന ശ്രേഷ്ഠകരമായ ദിവസം, മസ്ജിദ് എന്ന ശ്രേഷ്ഠകരമായ സ്ഥലം, അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഖുതുബ, ഇത് 3 കൂടി ഒത്തുചേർന്നാൽ പിന്നെ ഇതിനേക്കാൾ മഹനീയമായ മറ്റൊന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിനും ഈ ദിവസം നിർവഹിക്കപ്പെടുന്ന ഖുതുബക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ ജുമുഅ എന്നാണ്, വെള്ളിയാഴ്ച ദിവസം എന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ, ധൃതി പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരണം എന്നാണ്. അഥവാ അലസതയോ മടിയോ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെയുള്ള സഅയ് കൊണ്ടുള്ള ഉദ്ദേശം വെള്ളിയാഴ്ച രാവിലെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങലാണ് എന്നാണ്. മനസ്സുകൊണ്ടുള്ള ആ ഒരു ഒരുക്കം, ഒരു തിരക്ക്, ഒരു ധൃതി വെള്ളിയാഴ്ചയായാൽ നിങ്ങൾക്കുണ്ടാകണം. ഇനി എവിടേക്കാണ് ധൃതി പിടിച്ചു വരേണ്ടത്? ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക്, അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക് നിങ്ങൾ വരൂ. അതുകൊണ്ട് തന്നെ വദറുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്ത് പള്ളിയിൽ നിന്ന് നമസ്കാരം തീരുന്നത് വരെയുള്ള കച്ചവടം മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ആ സന്ദർഭത്തിൽ കച്ചവടം പാടില്ല. വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ എന്നാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലെ ദിക്ർ എന്ന് പറയുന്നത് അത് ഏറ്റവും ഖൈറാണ് എന്നും, വിവരമുള്ള ആളുകൾ അത് ഉപേക്ഷിക്കുകയില്ല എന്നും, കച്ചവടം വരെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ധൃതി പിടിച്ച് വരണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളോട് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരു കച്ചവട സംഘം പുറത്തു വന്നപ്പോൾ ആളുകളിൽ മഹാഭൂരിപക്ഷവും എഴുന്നേറ്റുപോയി. അള്ളാഹുവിൻ്റെ റസൂലും 12ഓളം സഹാബികളും മാത്രം പള്ളിയിലായി. ബാക്കിയുള്ളവർ കച്ചവട സംഘത്തിൻ്റെ പിന്നാലെ പോയി. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, വൈദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദു ഇലൈഹാ വതറകൂക ഖായിമ. ഒരു കച്ചവടം കാണുമ്പോഴേക്ക്, ഒരു വിനോദം കാണുമ്പോഴേക്ക് നബിയെ, താങ്കൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഈ ആളുകളൊക്കെ എഴുന്നേറ്റ് പോവുകയാണോ? എങ്കിൽ പറയുക, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വ മിനത് തിജാറ.
നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, നിങ്ങളുടെ വിനോദത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഖൈറായത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹു ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ കച്ചവടത്തിലേക്ക് തിരിഞ്ഞ് വെള്ളിയാഴ്ച ദിവസത്തെയും ഖുതുബയെയും നിങ്ങൾ ഒഴിവാക്കരുത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വതറകൂക ഖായിമ, അത് ഖുതുബയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. താങ്കൾ അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ താങ്കളുടെ അടുക്കലേക്ക് വരാതെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുതുബയിൽ പങ്കെടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ്, അന്നത്തെ നമസ്കാരമാണ്, അന്നത്തെ ഖുതുബയാണ്. കാരണം ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറയുന്ന ആ ദിക്ർ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഖുതുബയാണ് എന്ന് സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ചു. എങ്ങനെ കുളിക്കണം? ഗുസ്ലൽ ജനാബ, വലിയ അശുദ്ധിയുള്ള ആളുകൾ കുളിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വിശദമായ വുളുവോടുകൂടിയുള്ള ഒരു കുളി, അങ്ങനെ കുളിക്കുകയും സുമ്മ റാഹ, എന്നിട്ട് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നേരത്തെ വരികയും ചെയ്താൽ ഫകഅന്നമാ ഖറബ ബദന, ഒരു ഒട്ടകത്തെ അറുത്ത് സദഖ ചെയ്തതിൻ്റെ കൂലിയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, പിന്നീട് വരുന്ന ആളുകളോ ഫകഅന്നമാ ഖറബ ബഖറ, ഒരു പശുവിനെ അറുത്ത് സദഖ ചെയ്തവരുടെ കൂലി അവർക്കുണ്ട്. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ, മൂന്നാമത് വരുന്ന ആളുകളോ ഫകഅന്നമാ ഖറബ കബ്ശൻ, ഒരു ആടിനെ അറുത്ത് സദഖ ചെയ്ത കൂലിയാണ് അവർക്കുള്ളത്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ, നാലാമത്തെ സമയത്ത് വരുന്നവരോ ഫകഅന്നമാ ഖറബ ദജാജ, ഒരു കോഴിയെ അറുത്ത് സദഖ ചെയ്തതിന്റെ കൂലിയാണ്. വമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ സമയത്ത് വന്നാലോ ഫകഅന്നമാ ഖറബ ബൈദ, ഒരു കോഴിമുട്ട സദഖ ചെയ്തതിന്റെ കൂലിയാണ്. ഫഇദാ ഖറജൽ ഇമാം, എന്നാൽ ഇമാം പള്ളിയിലേക്ക് വരികയും മിമ്പറിൽ കയറുകയും ചെയ്താൽ ഹവറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ർ, മുഴുവൻ മലക്കുകളും ഖുതുബ കേൾക്കാൻ വേണ്ടിയിരിക്കും. അവർ പിന്നീട് വരുന്ന ആളുകളുടെ പേര് എഴുതി വെക്കൽ ഒഴിവാക്കും എന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക, ഹവറത്തിൽ മലായികത്തു യസ്തമിഊന ദിക്ര, മലക്കുകൾ ദിക്ർ കേൾക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ അവിടെ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഖുതുബയാണ്. അതാണ് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഖുതുബ കേൾക്കാൻ വേണ്ടി വരൂ. വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഖുതുബയാണ്. ആ ഖുതുബക്ക് ശേഷമുള്ള നമസ്കാരം പോലെ തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ഖുതുബയിലേക്ക് വരൂ. മലക്കുകൾ പോലും ഖുതുബ കേൾക്കുമെന്നാണ്. അവർ എഴുതുന്നത് നിർത്തും, എന്നിട്ട് ഖുതുബ കേൾക്കും. വെള്ളിയാഴ്ച ദിവസം പള്ളികളിലും അതിൻ്റെ പരിസരങ്ങളിലും ധാരാളം മലക്കുകൾ ഉണ്ടാകും. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ സദസ്സുകളിൽ മലക്കുകളുണ്ട്, അവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവമേറിയ ഒരു വിഷയമാണെന്നും വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നാൽ ഒട്ടകത്തെയും പശുവിനെയും അതിനുശേഷം വന്നാൽ ആടിനെയും കോഴിയെയും കോഴിമുട്ട വരെ കൊടുക്കുന്ന പ്രതിഫലമുണ്ട് എന്നും, അതുകൊണ്ട് വളരെ നേരത്തെ തന്നെയാണ് വരേണ്ടത്, വൈകിയല്ല വരേണ്ടത്. ഖുതുബ തീരാൻ നേരമല്ല വരേണ്ടത്, നമസ്കാരം തുടങ്ങാൻ നേരമല്ല വരേണ്ടത്, അത്തഹിയാത്തിന്റെ സമയത്തല്ല വരേണ്ടത്, വളരെ നേരത്തെ തന്നെ വരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, എന്തിനാണ് ഖുതുബ നിർവഹിക്കപ്പെടുന്നത് സഹോദരങ്ങളെ? ഖുതുബ എന്ന വാക്കിൻ്റെ അർത്ഥം വഅള് എന്നാണ്, ഉപദേശമാണ്, ഉത്ബോധനമാണ്, ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദാരിയാത്തിൽ 55-ാമത്തെ ആയത്തിൽ പറയുന്നു, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഉത്ബോധനം നടത്തുക, പറഞ്ഞു കൊടുക്കുക. കാരണം ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് ഉത്ബോധനം ഉപകാരപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, തഖ്വയുണ്ടോ എങ്കിൽ ഉപദേശം നിങ്ങൾക്ക് ഫലിക്കും. അത് മനസ്സിലും ജീവിതത്തിലും മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ സ്വഭാവം എന്താണ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാനത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാൻ യജ്ലിസു ബൈനഹുമാ, അല്ലാഹുവിൻ്റെ റസൂലിന് വെള്ളിയാഴ്ച 2 ഖുതുബ ഉണ്ടായിരുന്നു. ആ ഖുതുബകൾക്കിടയിൽ അല്ലാഹുവിൻ്റെ റസൂൽ അല്പം ഇരിക്കും. എന്താണ് ഖുതുബയിൽ ചെയ്യുന്നത്? യഖറഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. വയുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകും. ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വഹാബികൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ ഇദാ ഖതബ ഇഹ്മറത് ഐനഹ്, പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കും. വഅലാ സൗതുഹ്,
പ്രവാചകന്റെ ശബ്ദമുയരും, വഷ്തദ്ദ ഖളബു, പ്രവാചകന്റെ കോപത്തിന് കാഠിന്യമേറും, ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈന്യത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന ആളെ പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഒരു സൈന്യം ഒരു രാജ്യത്തെ ഇതാ വളഞ്ഞ് ആക്രമിക്കാൻ വരുന്നു, അങ്ങനെ തോന്നുമ്പോൾ ഒരു പടത്തലവൻ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നേതാവ് എപ്രകാരം ഗൗരവത്തോടു കൂടിയാണോ ആ സമൂഹത്തെ ഉണർത്തിയിരുന്നത്, അതേപോലെ മരണത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച് വ്യക്തമായ താക്കീതുകൾ നൽകിക്കൊണ്ടുള്ള അതിശക്തമായ ഉപദേശമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ. ആ ഖുതുബകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമൂഹത്തെ വാർത്തെടുത്തത്. ഇന്ന് കാണപ്പെടുന്നത് പോലെയുള്ള സമ്മേളനങ്ങളോ ക്യാമ്പയിനുകളോ ഒന്നുമായിരുന്നില്ല അക്കാലഘട്ടത്തിലുണ്ടായിരുന്നതും. അള്ളാഹുവിൻ്റെ റസൂൽ മദീന പള്ളിയിലെ മിമ്പറിൽ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും നിർവഹിച്ചിട്ടുള്ള സംസാരങ്ങളാണ് ഒരു മഹത്തായ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി തീർന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുതുബയുടെ ലക്ഷ്യങ്ങൾ എമ്പാടുമാണ്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടൊരു സമൂഹത്തെ ഉത്ബുദ്ധരാക്കി എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അഖീദ പഠിപ്പിച്ചു കൊടുത്തു. ഖുതുബയുടെ ലക്ഷ്യങ്ങളിലൊന്ന് ശരിയായ വിശ്വാസം പഠിപ്പിക്കലാണ്. അവർക്ക് ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. വിശ്വാസപരമായ വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വച്ഛവും ശുദ്ധവുമായ വിശ്വാസത്തിലേക്ക്, അഖീദയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. രണ്ടാമത്തത് മറന്നുപോയ ആളുകളെ ഓർമ്മപ്പെടുത്തലാണ്. എത്ര അറിവുള്ളവരാണെങ്കിലും അവരോട് മറന്നുപോയേക്കാം, എത്ര വയല് കേൾക്കുന്നവരാണെങ്കിലും മനുഷ്യനോട് മറന്നുപോയേക്കാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വൃക്ഷത്തെ സമീപിക്കരുത്, ബാക്കി എല്ലാം കഴിച്ചോളൂ എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നാൽ ആ പറഞ്ഞ ഉത്ബോധനത്തെ അസറിനു പറഞ്ഞു മഗ്രിബാകുമ്പോഴേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറന്നുപോയി എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അസർ മുതൽ മഗ്രിബിന്റെ സമയമാകുമ്പോഴേക്ക് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം ഉത്ബോധനം നൽകുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, പാപികളായ ആളുകളെ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം വെള്ളിയാഴ്ച ഖുതുബകളിലൂടെ. അബദ്ധങ്ങളെമ്പാടും രാവു പകൽ ഒരുപോലെ ചെയ്തു പോകുന്ന മനുഷ്യരോട് ഉത്ബോധനം നടത്തുകയും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകപ്പെടുന്നതാണ് ഖുതുബകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിലെ ആരാധനകൾ, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം തുടങ്ങിയ വിഷയങ്ങൾ, കച്ചവടത്തിലെ മര്യാദകൾ, ഇടപാടുകളിലെ മര്യാദകൾ, സൽസ്വഭാവം, നല്ല പെരുമാറ്റം, കുടുംബവും അതേപോലെ തന്നെ കുടുംബത്തിലെ വ്യത്യസ്ത വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇതെല്ലാം തന്നെ പഠിപ്പിക്കപ്പെടുന്ന വേദിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ. അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, സമകാലീനമായ വിഷയങ്ങൾ, അവിടങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചുകൊണ്ടുള്ള ശരിയായ സമീപനം പറഞ്ഞു കൊടുക്കുവാനും മിമ്പർ ഉപയോഗപ്പെടുത്തിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതോടൊപ്പം തന്നെ വിശ്വാസികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ, ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സമൂഹം ഒന്നടങ്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും സമൂഹത്തെ ഉത്ബോധിപ്പിക്കുവാനും വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുതുബയെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.